നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് പറയാൻ പോകുന്ന കഥ സുഴൽ ദ വോർട്ടെക്സ് എപ്പിസോഡ് 6. അപ്പോ ആരംഭിക്കലാങ്ങളാ. എപ്പിസോഡ് തുടങ്ങുന്നത് കരിങ്കൽ ക്വാറിയിൽ പരിശോധന നടത്തുന്ന പോലീസുകാരെ കാണിച്ചുകൊണ്ടാണ്. സക്കർ സിമന്റ് ഫാക്ടറിയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് ലക്ഷ്മി ഫോണിൽ വിളിക്കുന്നു. എന്നിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നിളയുടെയും അതിശയത്തിന്റെയും സംസ്കാര ചടങ്ങ് നടന്നപ്പോൾ സക്കർ നന്ദിനി ഒരു പ്രത്യേക ഭാവത്തിൽ നോക്കിയത് ലക്ഷ്മി കണ്ടു. പക്ഷേ ലക്ഷ്മി അത് വേറെ അർത്ഥത്തിലായിരുന്നു എടുത്തത്. അപ്പോ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ കല്യാണം ആലോചിച്ചതെന്ന് അവൾ ചോദിക്കുന്നു. സംഭവം പൊസസീവ്നെസ് തന്നെ. സക്കർ അവളോട് എനിക്ക് നിന്നെ ആദ്യം കണ്ട നിമിഷം തന്നെ ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് ഫോൺ വെക്കുന്നു. എന്നിട്ട് നേരെ സിമന്റ് ഫാക്ടറിയിലേക്ക് ചെല്ലുന്നു. അവിടെ കോദണ്ഡരാമൻ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് SI ആയ സക്കരയും വിളിച്ചത്. ക്വാറിയിൽ അന്വേഷണത്തിന് പോകാനുണ്ടെന്ന് സക്കർ പറഞ്ഞെങ്കിലും കോദണ്ഡരാമൻ അവന് പോകാൻ സമ്മതിക്കുന്നില്ല. ഗുണയും വേറെ 2 സ്റ്റാഫും ഒപ്പമുണ്ട്. ഗുണയാണ് കമ്പനിയുടെ മെയിന്റനൻസ് നോക്കുന്നത്. അപ്പൊ ഗുണ നേരത്തെ ഒരു എക്സോസ്റ്റ് പൈപ്പ് മാറ്റി പുതിയത് വെച്ചിരുന്നല്ലേ, ത്രിലോക് പറഞ്ഞിരുന്നു എന്ന് കോദണ്ഡരാമൻ ചോദിച്ചപ്പോൾ ഗുണ ഓ മനസ്സിലായി, എന്റെ ചേട്ടനാണ് തീ വെച്ചതെന്ന് പറഞ്ഞ് ആദ്യം കൊടുക്കാൻ നോക്കി, നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പൊ എന്നെ കൊടുക്കാൻ നോക്കിയാണോ? നിങ്ങളും പോലീസുകാരെ പോലെ ത്രിലോകിന്റെ പൈസ വാങ്ങി എന്ന് ചോദിക്കുന്നു. അപ്പൊ കോദണ്ഡരാമൻ മണ്ടത്തരം പറയല്ലേ, ഈ കമ്പനിയിലെ മെയിന്റനൻസ് ശരിയല്ല എന്ന് ഞാൻ റിപ്പോർട്ട് എഴുതിയാൽ നിങ്ങളുടെ മുതലാളിക്ക് 5 പൈസ ഇൻഷുറൻസ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നു. അതായത് കോദണ്ഡരാമൻ ത്രിലോകിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയെങ്കിൽ പിന്നെ ഈ അന്വേഷണം ഒന്നും നടത്തേണ്ട കാര്യമില്ലല്ലോ. അയാൾ ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. അടുത്ത സീനിൽ ത്രിലോകനെ കാണിക്കുമ്പോൾ അവൻ വീട്ടുമുറ്റത്തിരുന്ന് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സേട്ട് അങ്ങോട്ട് വന്നിട്ട് ത്രിലോകിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ത്രിലോക് അസ്വസ്ഥനായി അച്ഛൻ എനിക്ക് എന്താണ് ഒരു സ്പേസ് തരാത്തത്, എപ്പോഴും എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, അത് നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ ഒരു അച്ഛനാവണം, നീ എന്താണ് ഇപ്പോഴും സിംഗിളായി നടക്കുന്നതെന്ന് ചോദിക്കുന്നു. അതിന് ഒരു അച്ഛനായിട്ട് എന്തിനാ, ഞാൻ കാരണം അച്ഛൻ ഹാപ്പിയാണെന്ന് തിരിച്ചു ചോദിക്കുന്നു. അപ്പൊ വടിവേലും അങ്ങോട്ട് വരുന്നു. എന്നിട്ട് ബാങ്കിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോൺ അടവ് അടയ്ക്കേണ്ട ഡേറ്റ് ആയി, അതുകൊണ്ടാണെന്ന് പറയുന്നു. അപ്പൊ സേട്ട് ഞാൻ ബാങ്ക് മാനേജറോട് 2 മാസത്തെ അവധി ചോദിക്കാം, പിന്നെ ഇതാരും അറിയണ്ട, പ്രത്യേകിച്ച് കോദണ്ഡരാമൻ, ചിലപ്പോൾ അയാളുടെ റിപ്പോർട്ടിൽ ഇതും ചേർക്കും, അതുകൊണ്ടാണെന്ന് പറയുന്നു. വടിവേല് ഓക്കെ പറഞ്ഞു പോകുന്നു. അടുത്ത സീനിൽ ഷൺമുഖത്തിന്റെ വീട്ടിൽ നന്ദിനി നിള എടുത്ത ഫോട്ടോകളും വീഡിയോകളും അച്ഛനും അമ്മയ്ക്കും കാണിച്ചു കൊടുക്കുകയാണ്. നിള പ്രാണികളുടെ ഒക്കെ ഫോട്ടോകളും വീഡിയോകളാണ് എടുത്തിട്ടുള്ളത്. എല്ലാം നല്ല ഭംഗിയുള്ളതായിരുന്നു. അപ്പൊ നന്ദിനി ഇപ്പോഴത്തെ പിള്ളേർ മൊബൈലിൽ സെൽഫി ഒക്കെയാണ് എടുക്കാറ്, പക്ഷേ നമ്മുടെ നിള എത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളാണ് എടുത്തിട്ടുള്ളത് എന്ന് നോക്കൂ എന്ന് പറയുന്നു. എന്നിട്ട് ഒരുപക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ നിളയ്ക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലേ എന്ന് ഷൺമുഖത്തോട് പറയുന്നു. അത് കേട്ട് അവർ സങ്കടത്തിലാവുന്നുണ്ട്. വീണ്ടും ഫാക്ടറി കാണിച്ചപ്പോൾ ഫയർഫോഴ്സ് ഇൻസ്പെക്ടർ അങ്ങോട്ട് വന്ന് ഫയർ റിപ്പോർട്ട് കോദണ്ഡരാമന് കൊടുക്കുന്നു. അദ്ദേഹം നാട്ടിൽ പോയിരിക്കുകയായിരുന്നു, അതാണ് റിപ്പോർട്ട് തരാൻ വൈകിയതെന്ന് പറയുന്നു. അപ്പോൾ ആ റിപ്പോർട്ട് പ്രകാരം തീപിടുത്തം ഉണ്ടായത് അപകടം മൂലം അല്ല എന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് കോദണ്ഡരാമൻ ചോദിച്ചപ്പോൾ ഇത് കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ്, മെഷീനറി എല്ലാം സ്റ്റീലും ആണ്, പിന്നെ ഇത് തുണിമില്ലല്ലോ, സിമന്റ് ഫാക്ടറി അല്ലേ, അപ്പൊ തീ ഇത്ര ആളി കത്തണമെങ്കിൽ അതാരും മനഃപൂർവ്വം കത്തിച്ചാണെന്ന് ഫയർഫോഴ്സ് ഓഫീസർ പറയുന്നു. അപ്പൊ കോദണ്ഡരാമൻ അവിടെ കത്തിയ നിലയിൽ ഒരു പ്ലാസ്റ്റിക് കന്നാസ് കാണുന്നു. അത് തിന്നറിന്റെ കന്നാസ് ആയിരുന്നു. അപ്പൊ അതെന്തിനാണ് വാങ്ങിയതെന്ന് ചോദിച്ചപ്പോൾ കമ്പനിയുടെ 25ാം വാർഷികം വരാൻ പോവുകയാണ്, അതിനു മുമ്പ് പെയിന്റ് അടിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, അപ്പോൾ പഴയ പെയിന്റ് ഇളക്കി കളയാനായിട്ടാണ് തിന്നർ വാങ്ങിച്ചത് എന്നൊരു സ്റ്റാഫ് പറയുന്നു. തീ പടർന്നത് ജനറേറ്റർ റൂമിൽ നിന്നായിരിക്കും എന്ന് ഫയർഫോഴ്സ് ഓഫീസർ പറയുന്നു. കാരണം കൂടുതൽ ഡാമേജ് അവിടെയായിരുന്നു. അപ്പോൾ ജനറേറ്റർ അന്ന് ഓൺ ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, കാരണം അന്ന് രാത്രി അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഗുണ പറയുന്നു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി പെട്ടെന്ന് എന്തോ ആലോചിച്ചിട്ട് അന്ന് രാത്രി കറണ്ട് പോയിരുന്നു, അപ്പൊ ജനറേറ്റർ ഓൺ ആയി എന്ന് പറയുന്നു. കാരണം അതൊരു ഓട്ടോമാറ്റിക് ജനറേറ്റർ ആയിരുന്നു. പിന്നെ കുറെ ഡീസൽ ക്യാൻ ജനറേറ്ററിന് അടുത്ത് തന്നെ വെച്ചിരിക്കുന്നത് കണ്ട് ഇത് ഡേഞ്ചർ ആണെന്ന് അറിയില്ല എന്ന് കോദണ്ഡരാമൻ ചോദിക്കുന്നു. അപ്പോൾ അവിടെ ഉള്ളൊരു വാതിൽ കണ്ട് ഇതിന്റെ കീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി ഈ വാതിൽ എപ്പോഴും അകത്തു നിന്നുമാണ് പൂട്ടാറ്, പക്ഷെ ഇപ്പോൾ ഇത് പുറത്തു നിന്നും പൂട്ടിയിരിക്കുകയാണല്ലോ എന്ന് പറയുന്നു. അത് കേട്ട് കോദണ്ഡരാമൻ സംശയത്തിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഗുണ ചുമച്ചുകൊണ്ട് ശ്വാസം മുട്ടുന്ന പോലെ പുറത്തേക്ക് പോകുന്നു. ഗുണയ്ക്ക് ആസ്മയുണ്ട്, അയാൾ ഇൻഹേലർ എടുത്ത് അടിക്കുന്നുണ്ട്. സക്കർ അയാളുടെ അടുത്ത് വന്നിരിക്കുന്നു. അപ്പൊ ഗുണ സക്കരയോട് സെൽവിക്ക് പുഷ്പരാജുമായിട്ടുള്ള അവിഹിത ബന്ധം അറിയാം എന്ന് പറയുന്നു. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഭാര്യ-ഭർത്തൃ ബന്ധം കാര്യമായിട്ടില്ല, കുട്ടികൾ ഉണ്ടാവാത്തവന് 2 പേർക്കും കുഴപ്പമൊന്നുമില്ല, പക്ഷെ വേറെ എന്താണ് പ്രശ്നം എന്ന് അറിയില്ല, പിന്നെ ഈ കാര്യങ്ങൾ വേറെ ആരും അറിയണ്ടെന്ന് പറയുന്നു. അപ്പൊ സക്കരയ്ക്ക് ഒരു കോൺസ്റ്റബിളിന്റെ കോൾ വരുന്നു. അവൻ ഇപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്ത് പോകാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഗുണയോട് ശരിക്കും ടെൻഷൻ വന്നാൽ ആസ്മ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഉവ്വ എന്ന് ഗുണ പറയുന്നു. അപ്പൊ സക്കര ഇപ്പൊ എന്താ ടെൻഷൻ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗുണ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. സക്കര നേരെ ക്വാറിയിലേക്ക് ചെല്ലുന്നു. അപ്പൊ അങ്ങോട്ട് രജന ജീപ്പിൽ വന്ന് ഇറങ്ങുന്നു. അവൾ നല്ല കലിപ്പിലാണ്. അപ്പോഴേക്കും സക്കര ഓടി അങ്ങോട്ട് എത്തുന്നു. അപ്പോൾ ഇതുവരെ എന്താണ് കണ്ടുപിടിച്ചതെന്ന് രജന ചോദിക്കുന്നു. ശരിക്കും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഫോറൻസിക് ടീം വന്നിട്ടുണ്ട്, മാഡം പൊയ്ക്കോളൂ, ഇത് ഞാൻ നോക്കിക്കോളൂ എന്ന് സക്കര പറഞ്ഞെങ്കിലും രജന അത് സമ്മതിച്ചില്ല. പിന്നീട് പോലീസ് നായ മണം പിടിച്ച് ക്വാറിയും ഫാക്ടറിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാട് ഏരിയയിലൂടെ പോകുന്നു. കുറെ ദൂരം ചെന്നപ്പോൾ അവിടെ ടെന്റ് അടിച്ചിരിക്കുന്നത് കണ്ട് രജന ഈ കാട്ടിനുള്ളിൽ ആരാ താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് ഈശ്വരനും ഗ്യാങ്ങും ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് സക്കര പറയുന്നു. എന്നിട്ട് ആ കാട്ടിൽ എല്ലായിടത്തും ശരിക്കും സെർച്ച് ചെയ്യാൻ സക്കര പോലീസുകാരോട് പറയുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഒരു കോൺസ്റ്റബിൾ എല്ലാവരെയും ഒരു വലിയ പാറക്കെട്ടിനിടയിലേക്ക് വിളിക്കുന്നു. അവിടെ ഒരു പെൺകുട്ടിയുടെ പടം വരച്ചു വെച്ച് നെറ്റിയിൽ കുങ്കുമം കൊണ്ട് ഒരു പൊട്ടും തൊട്ടിരുന്നു. അപ്പൊ രജന ഇത് 25 വർഷം മുമ്പ് കാണാതെ പോയ അമ്മനിയുടെ പടമാണെന്ന് തോന്നുന്നു എന്ന്
പറയുന്നു. അപ്പൊ സക്കര അന്ന് ഫാക്ടറി ആരംഭിച്ചപ്പോൾ ഒരു പെൺകുട്ടിയെ കാണാതെ പോയി, ഇന്ന് ഫാക്ടറി കത്തിയപ്പോ നിളയെ കാണാതായി. അപ്പൊ ഫാക്ടറിയും പെൺകുട്ടിയെ കാണാതെ പോയതിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഇപ്പൊ അവർക്ക് സംശയമുണ്ട്. അങ്ങനെ അവർ വീണ്ടും പരിശോധന തുടരുന്നു. അപ്പൊ ഒരു ഗുഹയുടെ ഉള്ളിൽ പരിശോധിച്ച സക്കര അവിടെ താഴെ രക്തവും ഭിത്തിയിൽ രക്തത്തിൽ പുരണ്ട കൈപ്പാടുകളും കാണുന്നു. സക്കര എല്ലാവരെയും അങ്ങോട്ട് വിളിക്കുന്നു. എന്നിട്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥൻ അമറിനോട് ബ്ലഡിന്റെയും മുടിയുടെയും സാമ്പിൾ എടുത്തിട്ട് പരിശോധിച്ച് ഇന്ന് തന്നെ റിപ്പോർട്ട് വരാൻ പറയുന്നു. എന്നിട്ട് പോലീസുകാർ എല്ലാവരും പുറത്തു വന്നപ്പോൾ ഒരു കോൺസ്റ്റബിൾ രക്തമെല്ലാം കണ്ടതുകൊണ്ട് ഇത് കുട്ടികളെ നരബലി കൊടുത്തതായിരിക്കുമോ എന്ന് സംശയം പറയുന്നു. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അവർ ഈശ്വരന്റെ ടെന്റിൽ പരിശോധിക്കുന്നു. സക്കരയ്ക്ക് അവിടെ നിന്ന് ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് കിട്ടുന്നു. അതിനുള്ളിൽ 2000 ഒരു കെട്ട് നോട്ട് ഉണ്ടായിരുന്നു. അത് കണ്ട് സക്കരയും രജനിയും പരസ്പരം നോക്കുന്നു. ഈശ്വരൻ ഈ സമയത്ത് ഉത്സവത്തിൽ ദേവി കയറി ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് മയാനക്കൊല്ല 7ാം ദിവസമാണ്. അപ്പൊ സക്കരയും രജനിയും പോലീസുകാർ അങ്ങോട്ട് വന്ന് ഈശ്വരനെ കസ്റ്റഡിയിൽ എടുക്കുന്നു. രജന അവന്റെ കാരണത്തിനൊന്ന് കൊടുക്കുന്നുണ്ട്. പിന്നീട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഈശ്വരനെ വിട്ടുകിട്ടാൻ പറഞ്ഞ് അവന്റെ കൂട്ടത്തിലുള്ളവർ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് ഈശ്വരന്റെ ശരീരത്തിൽ അപ്പോഴും ദേവി കയറിയിരിക്കുകയാണ്. ആ സമയത്ത് അവന് വല്ലാത്തൊരു ശക്തിയായിരുന്നു. സെല്ലിനകത്ത് വെച്ച് അവനെ പിടിച്ച പോലീസുകാരെ എല്ലാം അവൻ അടിച്ചു തെറിപ്പിക്കുന്നു. അപ്പോ അവനെ അടിച്ച സക്കരയെ ഈശ്വരൻ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് എയറിൽ പൊക്കി പിടിക്കുന്നു. എന്നിട്ട് അവനെ വലിച്ച് സെല്ലിന് പുറത്തേക്ക് എറിഞ്ഞിട്ട് അലറിക്കൊണ്ട് മറ്റുള്ള പോലീസുകാരെ ആക്രമിക്കുന്നു. സക്കര ഉടനെ പൈപ്പ് എടുത്തുകൊണ്ട് വന്ന് അതിൽ നിന്നും വെള്ളം ശക്തിയായി ഈശ്വരന്റെ മേത്തേക്ക് തെറിപ്പിക്കുന്നു. അങ്ങനെ ഈശ്വരൻ അടങ്ങുന്നു. പിന്നീട് പോലീസുകാർ നനഞ്ഞ വസ്ത്രങ്ങളെല്ലാം മാറ്റുന്നു. കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് DSP എത്തുന്നു. ആള് ഭയങ്കര ദേഷ്യത്തിലാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് രജനിയോട് ചൂടായപ്പോൾ ഈശ്വരൻ പ്രൈം സസ്പെക്ട് ആണ്, നിളയും അതിശയവും മരിക്കുന്നതിന് മുമ്പ് അവനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവിടെ നിന്നും പൈസ കിട്ടിയാരും പറയുന്നുണ്ട്. എന്നിട്ട് നരബലി നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് രജനി പറയുന്നു. അപ്പൊ ഇതെല്ലാം കേട്ട് DSP കൺവിൻസ് ആയി. ശരി, ഞാൻ എക്സ്ട്രാ ഫോഴ്സ് അറേഞ്ച് ചെയ്യാമെന്ന് പറയുന്നു. അപ്പൊ ഈശ്വരന് ബോധം വന്ന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സെല്ലിൽ കൂടി ടെൻഷനായി കറങ്ങി നടക്കുകയാണ്. അപ്പോഴേക്കും ഫോറൻസിക് റിപ്പോർട്ടുമായിട്ട് അമർ അങ്ങോട്ട് വരുന്നു. റിപ്പോർട്ട് പ്രകാരം ഗുഹയിൽ കണ്ടത് ആടിന്റെ രക്തമായിരുന്നു. അവിടെ ഒന്നും കിട്ടിയ മുടി വിഗ്ഗിലുള്ള മുടിയും. അതെല്ലാം കേട്ട് DSP ശരിക്കും കലിപ്പിലായി രജനോട് ദേഷ്യപ്പെടുന്നു. രജന ആകെ നിരാശയിൽ സോറി പറയുന്നുണ്ട്. അപ്പൊ DSP ഇനി മുതൽ ഈ കേസിൽ നീ ഇൻവോൾവ് ആവണ്ട എന്ന് പറഞ്ഞിട്ട് സക്കരയോട് ഈ കേസിനെ പറ്റിയുള്ള ഒരു വിവരം രജനെ അറിയിക്കരുത്, എന്നിട്ട് രജനോട് കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തോളം പറഞ്ഞിട്ട് പോകുന്നു. അത് കേട്ട് രജന നിരാശയിലാവുന്നുണ്ട്. കാരണം ഒരു ഓഫീസറുടെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും കൊലപാതകമാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവർ ഇമോഷണൽ ആയിട്ടായിരിക്കും അത് അന്വേഷിക്കുക. അതുകൊണ്ടാണ് രജനയോട് ഈ കേസിനെ അന്വേഷിക്കേണ്ട എന്ന് DSP പറഞ്ഞത്. പിന്നീട് വീട്ടിൽ വെച്ച് ടെൻഷനായിരിക്കുന്ന രജനിയെ വടിവേലു ആശ്വസിപ്പിക്കാൻ ചെന്നെങ്കിലും രജന അയാളോട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. വടിവേലു വല്ലാതെ സങ്കടത്തിലാവുന്നുണ്ട്. അവർ തമ്മിൽ ഇപ്പോൾ ഒരു അകൽച്ചയിലാണ്. അങ്ങനെ രാത്രിയായി. പോലീസ് സ്റ്റേഷനിൽ സക്കര DSPയോട് ഈശ്വരനും ആ കൊലകൾക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരി അവനെ ചോദ്യം ചെയ്യും, അധിക സമയം ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്ന് DSP പറയുന്നു. ഈശ്വരനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അവനെ കുറിച്ച് കൂടുതൽ അറിയാനായി സക്കര പൂജാരിയെ ചെന്ന് കാണുന്നു. പൂജാരി ഈശ്വരനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പണ്ട് അവൻ പകൽ ഫാക്ടറിയിലെ ഇലക്ട്രിക്കൽ ജോലി ചെയ്തിരുന്നു. രാത്രി അമ്പലത്തിൽ വേഷം കെട്ടി ആടുമായിരുന്നു. ഈശ്വരൻ കല്യാണം കഴിച്ചിട്ടില്ല. ഒരു സഹോദരി മാത്രമായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. അവളായിരുന്നു അമ്മനി. അവളെ കാണാതായ അന്ന് അവനും അവളെ ഒരുപാട് അന്വേഷിച്ചിരുന്നു. പക്ഷെ ഒരു വിവരവും കിട്ടിയില്ല. അതിനുശേഷം മുതൽ ഈശ്വരൻ ആളാകെ മാറിപ്പോയി. അവൻ വല്ലാതെ ഉടഞ്ഞു പോയിരുന്നു. അമ്മനിയുടെ പേരിൽ ഒരു കോവിൽ കെട്ടാനായിട്ട് അവൻ പൈസ കൂട്ടിവെക്കുന്നുണ്ട്. സക്കര ഈശ്വരനെ സെല്ലിൽ ചെന്ന് കണ്ട് ഗുഹയിൽ വരച്ചു വെച്ചിരുന്ന അമ്മനിയുടെ പടം ഫോട്ടോ എടുത്ത് അതിന്റെ പ്രിന്റ് അവന് കൊടുക്കുന്നു. ഈശ്വരൻ അത് കണ്ട് ചങ്ക പൊട്ടി കരയുന്നുണ്ട്. അപ്പൊ സക്കര നിളയും അതിശയം എന്തിനാണ് അന്ന് നിന്നെ കാണാൻ വന്നതെന്ന് ചോദിക്കുന്നു. അവിടെ ഒരു ഫ്ലാഷ് ബാക്ക്. ഈശ്വരൻ ഉത്സവത്തിന് കോഴിയെയും ആടിനെയും ഒക്കെ അറക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് ഒരാളെ കൊല്ലുമോ എന്ന് ചോദിച്ച് നിളയും അതിശയവും ഈശ്വരൻ ചെന്ന് കണ്ടിരുന്നു. പക്ഷെ ഈശ്വരൻ അവരോട് മൃഗങ്ങളെ കൊല്ലുന്ന പോലെയാണോ മനുഷ്യനെ കൊല്ലുന്നത് എന്ന് ചോദിച്ച് അവരോട് ചൂടായിട്ട് ആരെയാണ് കൊല്ലേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ കൊല ചെയ്യുമെന്ന് ഉറപ്പ് പറഞ്ഞാലേ അത് പറയുള്ളൂ എന്ന് നിള പറഞ്ഞപ്പോൾ അതിശയം പുഷ്പരാജന്റെ കയ്യിൽ നിന്നും അവർ മേടിച്ച പൈസ ഈശ്വരനെ കാണിച്ചിട്ട് ഇത് 2 ലക്ഷം രൂപയുണ്ട്, ഇതെടുത്തിട്ട് ഇന്ന് രാത്രി തന്നെ സംഭവം നടക്കണമെന്ന് പറയുന്നു. പക്ഷെ പൈസ കണ്ട ഈശ്വരൻ ഒരു വാളെടുത്ത് കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി പൈസ തരാൻ പറയുന്നു. എന്നാൽ അതിശയം ഈശ്വരനും തമ്മിൽ അടിയാവുന്നു. ഈശ്വരൻ അതിശയത്തെ താഴെ വീഴ്ത്തിയിട്ട് ആ പൈസയുമായിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പുറകെ പോകാൻ തുടങ്ങി അതിശയത്തെ നിള തടയുന്നു. എന്നിട്ട് അയാൾ പൈസ ആയിട്ട് പോണെങ്കിൽ പോട്ടെ, ഇനി നമുക്ക് തന്നെ കൊല ചെയ്യേണ്ടി വരും, അപ്പോൾ പൈസ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതിശയത്തെയും കൂട്ടി അവിടെ നിന്ന് നടക്കുന്നു. ഈശ്വരന്റെ കയ്യിൽ നിന്നും വീണുപോയ വാൾ അവൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യുമെന്ന് അതിശയം ചോദിച്ചെങ്കിലും നിള അറിയില്ല, നോക്കാം എന്ന് പറഞ്ഞ് അവർ പോകുന്നു. അപ്പൊ ആരെയെ കൊല ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പൈസ ഒപ്പിച്ചത്, അല്ലാതെ ഒളിച്ചോടിയിട്ട് ജീവിക്കാൻ വേണ്ടിയായിരുന്നില്ല. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് സക്കരയെ കാണിക്കുമ്പോൾ ഇപ്പൊ നേരം വെളുത്തു. അവൻ കോൺസ്റ്റബിളിനോട് ഈ ചെറിയ പ്രായത്തിൽ ആ കുട്ടികൾക്ക് ആരെയാണ് കൊല്ലേണ്ടതെന്ന് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 7 മണിക്ക് DNA റിപ്പോർട്ട് കിട്ടുമെന്ന് ഡോക്ടർ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് കോൺസ്റ്റബിൾ പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കാൻ ഞാൻ പൊക്കളെന്ന് സക്കര പറയുന്നു. അങ്ങനെ അവൻ വീട്ടിലെത്തുന്നു. അമ്മയെ നോക്കുന്ന അക്കയ്ക്ക് രാത്രികളിൽ നിൽക്കാൻ അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അക്ക പോകുന്നു. കാരണം ഇന്നലെ രാത്രി സക്കര വീട്ടിൽ വന്നില്ലല്ലോ, അക്കയായിരുന്നല്ലോ നോക്കിയത്. അതാണ് അക്ക അങ്ങനെ പറഞ്ഞത്. സക്കര അപ്പോൾ ലക്ഷ്മിയെ വിളിച്ചിട്ട് അമ്മയുടെ അടുത്ത് ഉച്ച വരെ കൂട്ടിരിക്കാമെന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ലക്ഷ്മി അത് സമ്മതിച്ച് അവന്റെ വീട്ടിലെത്തുന്നു. സക്കര അമ്മയെ ലക്ഷ്മിയെ ഏൽപ്പിച്ചിട്ട് DNA റിപ്പോർട്ട് വാങ്ങാൻ പോകുന്നു. ആശുപത്രിയിൽ ചെന്നപ്പോൾ നന്ദിനി അവിടെ ഇരിക്കുന്നു. അത് കണ്ട് സക്കര അവളോട് ഇവിടെ ഒന്നും ഇരിക്കാൻ പാടില്ല, ഇത് പോലീസ് ഒഫീഷ്യൽ ജോലിയാണ് എന്ന് പറഞ്ഞപ്പോൾ ദേവി അതെന്നെ പറഞ്ഞു വിടരുത് എന്ന് പറയുന്നു. സക്കര പിന്നെ ഒന്നും പറയുന്നില്ല. അവൻ അവളുടെ അടുത്തിരുന്നിട്ട് അവന്റെ ഫോണിൽ ഉണ്ടായിരുന്ന നന്ദിനിയുടെ ഒരു പഴയ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. അതിൽ നന്ദിനി ശരീരത്തിൽ ദേവി കയറിയിട്ട് തുള്ളുന്ന ഫോട്ടോ ആയിരുന്നു. പക്ഷേ നന്ദിനിക്ക് അതൊന്നും ഓർമ്മയില്ലായിരുന്നു. അപ്പൊ ഡോക്ടർ റിപ്പോർട്ടുമായിട്ട് അങ്ങോട്ട് വരുന്നു. ഡോക്ടർ മുഖം അല്പം ടെൻഷനിലാണ്. കാരണം റിപ്പോർട്ട് പ്രകാരം നിളയുടെ വയറ്റിലുള്ള കുട്ടി അതിശയത്തിന്റെ അല്ല. അന്ന് ഓട്ടോപ്സി ചെയ്തപ്പോൾ ഡോക്ടർ നിളയുടെ പ്രൈവറ്റ് പാർട്സിൽ അസോൾട്ട് ചെയ്ത പാടുകൾ കണ്ടിരുന്നു. DNA റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷം ഒന്നുകൂടി ഉറപ്പിച്ചിട്ട്
പറയാമെന്ന് വിചാരിച്ചതാണ് എന്ന് പറയുന്നു. എന്താണെന്ന് വെച്ചാൽ നിളയെ കുറച്ച് മാസങ്ങളായി ആരോ സെക്ഷലി അബ്യൂസ്, അതായത് റേപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കേട്ട് നന്ദിനിയും സക്കരയും ഒരേപോലെ ഞെട്ടുന്നു. പെട്ടെന്ന് നന്ദിനി ബോധം കെട്ടി വീഴുന്നു. അതുകൊണ്ട് സക്കര പെട്ടെന്ന് അവളെ താങ്ങുന്നു. ഡോക്ടർ പെട്ടെന്ന് അറ്റൻഡർമാരെ വിളിക്കുന്നു. അവരെല്ലാവരും നന്ദിനിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ദി എൻഡ്. അപ്പോ ആരാണ് നിളയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്?